ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബോഡോ സമാധാന കരാർ മറ്റ് സമാധാന കരാറുകൾക്ക് വഴിതെളിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധിക്കുന്നതിനായി വികസിത രാജ്യങ്ങൾ പ്രതിവർഷം $1.3 ട്രില്യൺ സമാഹരിക്കണമെന്ന് COP29 ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ. ഇന്ത്യൻ ഗ്രിഡ് വഴി നേപ്പാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള ആദ്യത്തെ ത്രിരാഷ്ട്ര ഊർജ്ജ കൈമാറ്റത്തിന് തുടക്കമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെയും മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും പ്രചാരണം പുരോഗമിക്കുന്നു. പത്രമാധ്യമ സ്വഭാവത്തിലെ മാറ്റം എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ പത്രദിനം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 135 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം. ആദ്യഘട്ടത്തിൽ നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നൈജീരിയയിലേക്ക് പോകും. 17 വർഷത്തിനുശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായുള്ള ചർച്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. നൈജീരിയയിൽ നിന്ന് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി തിങ്കളാഴ്ച ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജനീറോയിലേക്ക് തിരിക്കും. ചൊവ്വാഴ്ച ഗയാന സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വ്യാഴാഴ്ച മടങ്ങും. ബോഡോ സമാധാന കരാർ ഗുണകരമായത് ബോഡോ വിഭാഗത്തിന് മാത്രമല്ലെന്നും നിരവധി മറ്റ് സമാധാന കരാറുകൾക്കും ഇത് വഴിതെളിച്ചതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ആദ്യ ബോഡോലാൻഡ് മഹോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാന ഉടമ്പടികളിലൂടെ 10,000-കണക്കിന് യുവാക്കൾ ആയുധവും അക്രമവും ഉപേക്ഷിച്ചതായും ഇവർ പൊതുസമൂഹത്തിന്റെ വികസനത്തിൽ പങ്കാളികളായതായും ശ്രീ മോദി പറഞ്ഞു. ബോഡോലാൻഡിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ 1,500 കോടി രൂപയാണ് നൽകിയത്. അസം സർക്കാരും പ്രത്യേക വികസന പാക്കേജ് നൽകിയിട്ടുണ്ട്. केंद्र और असम की सरकार बोडो टेरिटोरियल रीजन में बोडो समुदाय की जरूरतों और उसकी आकांक्षाओं को प्राथमिकता दे रही है. बोडोलैंड के विकास के लिए केंद्र सरकार ने 1,500 करोड़ रुपए का विशेष पैकेज दिया है. असम सरकार ने भी स्पेशल डेवलपमेंट पैकेज दिया है. बोडोलैंड में शिक्षा, स्वास्थ्य और संस्कृति से जुड़े इंफ्रास्ट्रक्चर को विकसित करने के लिए 700 करोड़ रुपए से ज्यादा खर्च किए गए हैं. നക്സൽ തീവ്രവാദത്തെ പിന്തുടരുന്നവർ ബോഡോ ജനതയെ മാതൃകയാക്കണമെന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ശാശ്വതമായി പരിഹരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്ത് വികസിത രാജ്യങ്ങൾ 2030 വരെ ഓരോ വർഷവും കുറഞ്ഞത് $1.3 ട്രില്യൺ സമാഹരിക്കാൻ പ്രതിജ്ഞാബദ്ധരാകണമെന്ന് COP29 കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ അടിക്കടിയുണ്ടാകുന്ന ദുരന്തങ്ങളുടെ രൂപത്തിൽ കൂടുതൽ പ്രകടമാകുന്നതായും അസർബൈജാനിലെ ബാക്കുവിൽ നടന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി. തീവ്ര കാലാവസ്ഥാ സാഹചര്യം ദക്ഷിണ മേഖലാ രാജ്യങ്ങളിലെ ജനങ്ങളെയാണ് ഏറ്റവുമധികം ബാധിക്കുന്നതെന്നും വികസ്വര രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ത്യയ്ക്ക് വേണ്ടി പരിസ്ഥിതി മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി നരേഷ് പാൽ ഗാംഗ്വാർ പറഞ്ഞു. ഊർജ്ജ സഹകരണത്തിൽ സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച് ഇന്ത്യയും നേപ്പാളും ബംഗ്ലാദേശും. ഇന്ത്യൻ ഗ്രിഡ് വഴി നേപ്പാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് 40 മെഗാവാട്ട് വരെയുള്ള ആദ്യത്തെ ത്രിരാഷ്ട്ര ഊർജ്ജ കൈമാറ്റത്തിനാണ് തുടക്കമായത്. കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടർ, ബംഗ്ലാദേശ് ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഉപദേഷ്ടാവ് ഫൌസുൽ കബീർ ഖാൻ, നേപ്പാളിലെ ഊർജ്ജ ജലവിഭവ മന്ത്രി ദീപക് ഖഡ്ക എന്നിവരും വെർച്വലായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ അന്താരാഷ്ട്ര വ്യാപാരമേളയിൽ സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ പവലിയൻ കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട 100ഓളം കരകൌശല വിദഗ്ധർക്കും സംരംഭകർക്കും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ അവസരം നൽകുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സ്റ്റാളുകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതാണെന്നും ശ്രീ വീരേന്ദ്രകുമാർ പറഞ്ഞു.
ഭീമമായ സേവിംഗ്സ് കോർപ്പസ് കൈകാര്യം ചെയ്യുകയും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്യുന്ന എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനെ പ്രകീർത്തിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ ഇപിഎഫ്ഒയുടെ 72ാമത് സ്ഥാപക ദിനാഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ പത്രദിനം. പത്രമാധ്യമ സ്വഭാവത്തിലെ മാറ്റം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂഡൽഹിയിലെ ദേശീയ മാധ്യമ കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ എന്നിവർ പങ്കെടുക്കും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 135 റൺസ് ജയം. ഇതോടെ പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 283 റൺസ് എടുത്തു. ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു സാംസണും തിലക് വർമ്മയും സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക 18.2 ഓവറിൽ 148 റൺസിന് പുറത്തായി. മണ്ഡല മകരവിളക്ക് കാലത്തിന് ആരംഭം. ഭക്തിസാന്ദ്രമായി ശബരിമല. വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ കാണാൻ ഭക്തജന തിരക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ പുതുതായി ചുമതലയേറ്റ മേൽശാന്തി അരുൺ നമ്പൂതിരി പുലർച്ചെ 3-ന് നട തുറന്നു. ഇന്ന് 70,000 പേരാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ 10,000 പേർക്ക് തത്സമയ ബുക്കിംഗിലൂടെയും ദർശനം നടത്താം. ഉച്ചയ്ക്ക് 1-ന് അടയ്ക്കുന്ന നട വൈകുന്നേരം 3-ന് തുറന്നാൽ പിന്നെ ഹരിവരാസനം പാടി രാത്രി 11-നാണ് അടയ്ക്കുക. രാവിലെ 7:30-ന് ഉഷപൂജ, വൈകിട്ട് 6:30-ന് ദീപാരാധന, രാത്രി 9:30-ന് അത്താഴപൂജ എന്നീ പൂജകളും നടക്കും. ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് രാവിലെ 8:30-ന് ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം നടക്കും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. LDF സ്ഥാനാർത്ഥി P സരിൻ മണ്ഡലത്തിൽ ലൈവത്തോൺ നടത്തിയാണ് വോട്ടഭ്യർത്ഥന നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാലക്കാട് സൌത്ത് മണ്ഡലത്തിലാണ് വോട്ടർമാരെ കാണുക. NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട് പിരായിരി മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. ഝാർഖണ്ഡിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ദുംക, മധുപൂർ, ധൻവാർ നിയമസഭാ മണ്ഡലങ്ങളിൽ പൊതുറാലികളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ വിവിധ പ്രചാരണ യോഗങ്ങളിൽ സംബന്ധിച്ചു. RJD, AJSU, മറ്റ് ഇടതു പാർട്ടികൾ എന്നിവയുടെ പ്രചാരണ പരിപാടികളും സജീവമാണ്. ഈ മാസം 20-നാണ് 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റാലികളും യോഗങ്ങളും ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. താനെയിൽ നടന്ന റാലിയിൽ BJP അധ്യക്ഷൻ JP നഡ്ഡ, ഉംർഖേദിൽ മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ, അഷ്ടിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരും പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. NCP SP തലവൻ ശരത് പവാർ സാംഗ്ലിയിലെ റാലിയിൽ സംബന്ധിച്ചു. ഉത്തർപ്രദേശിലെ ഝാൻസി മെഡിക്കൽ കോളേജിലെ NICUവിലുണ്ടായ തീപിടുത്തത്തിൽ 10ഓളം നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടു. NICUവിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അവിനാഷ് കുമാർ വ്യക്തമാക്കി. പ്രഥമദൃഷ്ട്യാ 10 കുട്ടികളുടെ മരണമാണ് സ്ഥിരീകരിച്ചതെന്നും നിരവധി കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ 900 കോടി രൂപയുടെ കൊക്കെയ്ൻ പിടികൂടി. വിദേശത്തു നിന്നുമുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇതുവരെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി അമിത്ഷാ NCBയെ അഭിനന്ദിച്ചു. ഇന്നലെ വൈകിട്ട് ദേവരഥ സംഗമത്തിന് സാക്ഷിയായ കൽപ്പാത്തിയിൽ ഇന്ന് രഥോത്സവത്തിന് കൊടിയിറങ്ങും. 4 ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങളാണ് 3 ദിവസത്തെ പ്രയാണത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് തേരുമുട്ടിയിൽ സംഗമിച്ചത്. ഇന്നലെ രാവിലെ 10-നും 11-നും ഇടയ്ക്ക് അഗ്രഹാര ക്ഷേത്രങ്ങളിൽ ഈ വർഷത്തെ രഥോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ നടക്കും. ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലും സാമ്പത്തിക സഹായം വൈകുന്നതിലും പ്രതിഷേധിച്ച് ഈ മാസം 19-ന് UDFും LDFും വയനാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ ആചരിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബോഡോ സമാധാന കരാർ മറ്റ് സമാധാന കരാറുകൾക്ക് വഴിതെളിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാലാവസ്ഥാ വ്യതിയാനം പ്രതിരോധിക്കുന്നതിനായി വികസിത രാജ്യങ്ങൾ പ്രതിവർഷം $1.3 ട്രില്യൺ സമാഹരിക്കണമെന്ന് COP29 ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ട് ഇന്ത്യ.
ഇന്ത്യൻ ഗ്രിഡ് വഴി നേപ്പാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്കുള്ള ആദ്യത്തെ ത്രിരാഷ്ട്ര ഊർജ്ജ കൈമാറ്റത്തിന് തുടക്കമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെയും മഹാരാഷ്ട്ര ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും പ്രചാരണം പുരോഗമിക്കുന്നു. പത്രമാധ്യമ സ്വഭാവത്തിലെ മാറ്റമെന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ദേശീയ പത്രദിനം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 135 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.